ചേട്ടാ നമസ്കാരം. നമസ്കാരം. കേൾക്കുമ്പോൾ വിചിത്രമെന്ന് തോന്നും, പക്ഷേ നമ്മൾ ഇത് വിശ്വസിച്ചേ പറ്റൂ. കാരണം നമ്മൾ ഇറാന്റെ ശക്തിയെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തു എന്ന് എഴുതിയത് അമേരിക്കൻ മാധ്യമങ്ങളാണ്. ഇങ്ങനെ ആയിരുന്നില്ല ഇറാനെ നമ്മൾ ഡീൽ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞത് ഇസ്രായേൽ മാധ്യമങ്ങളാണ്. ഇറാന്റേതായിട്ടുള്ള ശക്തിയുണ്ട്, ഇറാനുമായിട്ട് നമുക്ക് ഒരിക്കലും ജയിക്കാൻ സാധിക്കില്ല എന്ന് യൂറോപ്യൻ മാധ്യമങ്ങൾ എഴുതി. ട്രംപിന്റെ അനുയായികൾ അല്ലെങ്കിൽ ട്രംപിന്റെ മന്ത്രിസഭയ്ക്കകത്തുള്ള ആൾക്കാർ ട്രംപിന് നിരന്തരം താക്കീത് നൽകിക്കൊണ്ടേയിരുന്നു, ഇറാനുമായിട്ട് ഏറ്റുമുട്ടുമ്പോൾ ശ്രദ്ധിക്കണം എന്ന്. ട്രംപ് അതൊന്നും വകവച്ചില്ല. ഇപ്പോ നടക്കുന്ന ഒരു രീതി എന്ന് പറഞ്ഞാൽ സൗദി അറേബ്യയുടെയും കുവൈറ്റിന്റെയും അമേരിക്കയുടെ അവരുടെ വ്യോമത്താവളങ്ങൾ അമേരിക്കയ്ക്ക് സമ്പൂർണ്ണമായി തുറന്നു കൊടുത്തിരിക്കുകയാണ് ഇറാനെ തകർക്കാനായിട്ട്. അപ്പോ ഈ ഒരു യുദ്ധം അതിന്റെ ഉച്ചസ്ഥായിയിൽ നിൽക്കുന്ന ആ ഒരു ഘട്ടത്തിൽ വന്നിരിക്കുന്ന ഒരു റിപ്പോർട്ട് ഭയങ്കര രസകരമാണ്. അതായത് ഈ അമേരിക്കയുടെ ഡിസ്ട്രോയറുകൾ, അമേരിക്ക ഇറാനെ തകർക്കാനായിട്ട് അവിടെ കൊണ്ടിട്ടിരിക്കുന്ന അമേരിക്കയുടെ വമ്പൻ ഡിസ്ട്രോയറുകളുണ്ട്. ഈ ഹോർമൂസ് കടലിടുക്ക് കഴിഞ്ഞ ദിവസം ഒരു പേൾ ഹാർബറായി മാറുമോ എന്ന് പല ആൾക്കാരും ഭയന്നിരുന്നു. അതിന്റെ പ്രധാനപ്പെട്ട കാരണം ഇറാൻ അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു ആക്രമണം അമേരിക്കയ്ക്ക് നേരെ അഴിച്ചുവിട്ടു. അപ്പോ അമേരിക്കയ്ക്ക് നാണക്കേട് ഉണ്ടാക്കിക്കൊണ്ട് ഈ അമേരിക്കയുടെ ഡിസ്ട്രോയറുകളെല്ലാം തന്നെ ഹോർമൂസ് കടലിടുക്കിൽ നിന്ന് പിൻവാങ്ങേണ്ടി വന്നു. നമുക്കത് പിന്തിരിഞ്ഞോടി എന്ന് തന്നെ പറയണം. കഴിഞ്ഞ ദിവസം ഉണ്ടായ സംഭവമാണ്. അത് കേൾക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് അവിശ്വസനീയമെന്ന് തോന്നും. വ്യാഴാഴ്ച രാത്രി വൈകി ഡ്രോണുകളും മിസൈലുകളും ഉപയോഗിച്ച് ഇറാൻ അമേരിക്കൻ നാവികസേനയുടെ 3 ശക്തമായിട്ടുള്ള ഡിസ്ട്രോയർ കപ്പലുകൾക്ക് നേരെ ആക്രമണം നടത്തി. പേൾ ഹാർബർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയായിരുന്നു. പേൾ ഹാർബർ അമേരിക്ക ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്തായിരുന്നു അവിടെ ജപ്പാൻ ആക്രമണം നടത്തിയത്. അപ്പൊ സമാനമായിട്ടുള്ള രീതിയിൽ അമേരിക്ക ശാന്തമായിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഇറാന്റെ ഒരു ആക്രമണം ഉണ്ടാകുന്നു. 2ാം ലോക മഹായുദ്ധ സമയത്ത് നടന്ന പേൾ ഹാർബർ ആക്രമണവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഈ ആക്രമണം വളരെ വലുതായിരുന്നു എന്നാണ് പാശ്ചാത്യ മാധ്യമങ്ങൾ എഴുതുന്നത്. ഇറാനിയൻ ആക്രമണത്തിന് ശേഷം ജീവൻ രക്ഷിക്കാൻ അമേരിക്കൻ കപ്പലുകൾ ഹോർമൂസിൽ നിന്ന് അറബിക്കടലിലേക്ക് പലായനം ചെയ്യാൻ പെട്ടെന്ന് നിർബന്ധിതരായി എന്നുള്ളതാണ്. USS ട്രക്സ്റ്റൺ എന്ന് പറയുന്ന അവരുടെ ഡിസ്ട്രോയർ, USS റാഫേൽ പെറാൾട്ട എന്ന് പറയുന്ന അവരുടെ ഡിസ്ട്രോയർ, USS മേസൺ എന്നിങ്ങനെയുള്ള 3 US നാവികസേനാ കപ്പലുകളെയാണ് ഇറാൻ ലക്ഷ്യമിട്ടതും ഇവർ ഓടിയതും. ട്രംപ് ഇത് അംഗീകരിച്ചിട്ടില്ല. സ്വാഭാവികമാണല്ലോ. ട്രംപ് ചെറിയ ഞെട്ടൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് പാശ്ചാത്യ മാധ്യമം. ചെറിയ ഞെട്ടൽ, വളരെ ചെറുതായിട്ടുള്ള ഒരു ഞെട്ടൽ, അതീവ മാരകമായിട്ടുള്ളതൊന്നും അല്ല. പക്ഷെ ഞങ്ങൾ ഓടി, ഞങ്ങൾക്ക് അറബിക്കടലിലേക്ക് ഓടേണ്ടി വന്നു. ഇറാൻ അറബിക്കടലിലേക്ക്. അപ്പൊ ഇറാന്റെ ആക്രമണം അത്തരത്തിലുള്ളതായിരുന്നു. ചേട്ടാ, ഈ യുദ്ധം ഇപ്പോ ഇറാൻ ഡോമിനേറ്റ് ചെയ്യുകയാണ് എന്നുള്ളതാണ് മാധ്യമങ്ങൾ പറയുന്നത്. എന്താണ് ഇപ്പൊ ഇതിന്റെ നിലവിലത്തെ സ്ഥിതി? അമേരിക്കയിലെ ട്രംപ് പറയുന്നത് ഞങ്ങൾ ഇത് അവസാനിപ്പിച്ചു എന്നാണ് പറയുന്നത്, പക്ഷെ ഇറാൻ നിർത്തുന്നില്ല. ധനുഷ് ഇത്രയൊക്കെ പറഞ്ഞപ്പോൾ അതൊരു രസകരമായിട്ടുള്ള കാര്യമായിട്ട് എനിക്ക് തോന്നി. സംഭവം സീരിയസ് ആണെങ്കിൽ പോലും ഞാനൊരു ചെറിയ തമാശ പറയാം. ഒരുപക്ഷെ ട്രംപിന് മലയാളം അറിയാമായിരുന്നെങ്കിൽ ഈ യുദ്ധം തുടങ്ങുന്നതിന് 2 മാസം മുമ്പ് നമ്മൾ ഇത് തന്നെ എത്രയോ വട്ടം പറഞ്ഞിരുന്നു, അവിടെ കയറി മുട്ടാൻ പോകരുത്, പഴയ കണക്കല്ല സംഭവം, അത് നിങ്ങൾ വിചാരിക്കുന്നത് പെട്ടെന്ന് നടക്കില്ല എന്ന് പറഞ്ഞു. അന്ന് നമ്മുടെയൊക്കെ വീഡിയോയുടെ താഴെ നമ്മളെ സുഡാപ്പി ആളാണ്, നമ്മൾ ഇറാന് പിന്തുണ കൊടുക്കുന്നു, അതാണ് ഇതാണ് മറ്റേതാ മറിച്ച്. ഇപ്പൊ എന്തായി കഥ? ഇമാര് പിടിച്ചു നിൽക്കാൻ പറ്റിയോ? സംഭവം നമ്മൾ പുറമെ നോക്കുമ്പോൾ അവര് നമുക്ക് തോന്നും ദുർബലമാണ്, ചെറുതാണെന്ന് തോന്നും. നമ്മൾ അന്നും പറഞ്ഞു ഇത് അവര് ചെറിയ ടീമുകളല്ല, പോരാട്ട വീരുകൾ. ശരിയാണ്, ആയുധങ്ങളൊക്കെ അവർക്ക് പഴഞ്ചൻ ആയുധങ്ങളും 100 ഡ്രോണും ഒക്കെ ഉള്ളു. അതുകൊണ്ട് അവർക്ക് പണി നടത്താൻ കൃത്യമായിട്ട് അറിയാവുന്നത്. കാരണം അത് എത്രയോ വർഷങ്ങളായിട്ട് യുദ്ധമുഖത്ത് നിൽക്കുന്ന ഒരു ജനതയാണത്. യുദ്ധത്തിന്റെ ആ കെടുതികൾ അവർക്ക് നന്നായിട്ട് അറിയാം. അതിൽ ജീവിച്ച് വളരുന്ന ഒരു ജനത. ആ ജനതയെ അവര് ഖമേനിയെ കൊന്നത് അവരുടെ ഒന്നാമത്തെ തെറ്റ്. ഇപ്പോഴും ഞാനത് പറയുന്നു, ഞാൻ ഇപ്പോഴും അതിൽ വിശ്വസിക്കുന്നുണ്ട്. ഖമേനി കൊല്ലരുതായിരുന്നു. ഇപ്പൊ എന്തു പറ്റി? ഖമേനി ഇല്ലാതെ വന്നതോടുകൂടി അവിടുത്തെ ഭരണകൂടം ആകപ്പാടെ വല്ലാത്തൊരവസ്ഥയിൽ. ഇപ്പൊ സൈന്യം കയറി പിടിമുറുക്കിയില്ലേ. ഇവർക്കിപ്പോ ചർച്ചയ്ക്ക് പോകണമെങ്കിൽ പോലും ചർച്ചയ്ക്ക് നടത്താൻ പോലും ഒരു വഴിയില്ല. ഖമേനി ഉള്ളപ്പോൾ ഖമേനിയുടെ കീഴിൽ ഈ നിൽക്കുന്ന ടീം, ഈ ഖമേനിക്ക് തന്നെ ആയിരുന്നു പവറെങ്കിലും ഈ പെഷസ്കിയാനും ഈ പറഞ്ഞ അബ്ബാസും എല്ലാം അവിടെ അത്യാവശ്യം എല്ലാവരുമായിട്ടൊക്കെ നല്ല ഇതായിട്ട് ഒരു പവർ ഉണ്ടായിരുന്നു അവർക്ക്. ഇന്നിപ്പോ പവർ പോയിട്ട് അതുങ്ങളൊക്കെ എന്ത് ചെയ്യുകയാണെന്ന് പോലും ആർക്കും അറിയില്ല. ഒരു വിലയും നിലയില്ലാത്ത അവസ്ഥയിലാണ് അതുങ്ങൾ നിൽക്കുന്നത്. നമ്മുടെ ഷഹബാസ് ഷരീഫിന്റെ കാര്യം പറഞ്ഞാൽ ഇപ്പൊ ചർച്ചയ്ക്ക് ആ ഒരാളെ വിളിച്ചിട്ട് അയാളുമായിട്ട് ചർച്ച നടത്തിയിട്ട് അയാൾ തിരിച്ച് ഇറാനി വന്നാലും അയാൾ പറയുന്നതല്ല ആ ഇറാനിലെ അധികാരികൾ ഇപ്പൊ കേൾക്കില്ല. അല്ല, പിന്നെ അവരാകെ ചെയ്യുന്നൊരു ഗുണമുണ്ട്. ചർച്ച നടക്കുമ്പോൾ അമ്മാരി അമേരിക്ക ചൊറിയാൻ പോകത്തില്ല. ചർച്ച കഴിഞ്ഞമാര് ലാൻഡ് ഇറാനിലോട്ട് വന്ന് ഇറങ്ങി കഴിയുമ്പോൾ തന്നെ 2 മിസൈൽ അടുത്തങ്ങ് വിടും.
ചർച്ച നടത്തുന്നതായിരിക്കും, നമുക്ക് ഇവിടെ വെടി നിർത്തണം, സമാധാനത്തിൽ നമുക്ക് പോകാന്നൊക്കെ പറഞ്ഞ് ചർച്ച നടത്തി വരുമ്പോൾ ഇവിടെ 2 മിസൈൽ എടുത്തിട്ട് മൊത്തം താറുമാറാക്കിയില്ല. ചർച്ച ചെയ്യാൻ പോലും ആളില്ലാത്ത, ആരെ കോൺടാക്ട് ചെയ്യും എന്നുള്ളൊരു നില പോലും ഇല്ലാത്ത അവസ്ഥയാക്കിയില്ല. അപ്പൊ അത് ചെയ്യരുതായിരുന്നു. അത് ഇപ്പൊ ഒരുപക്ഷെ ഭാവിയിൽ അമേരിക്ക തന്നെ പറയുന്നൊരു, അമേരിക്കയുടെ ചരിത്രത്തിൽ രേഖപ്പെടുത്തുമായിരിക്കും അത് ചെയ്തത് തെറ്റായിപ്പോയി, അങ്ങനെ വേണ്ടായിരുന്നു ഒന്ന്. പിന്നെ ഇവർ എന്ത് കണ്ടിട്ടാണ് അവിടെ ഇവര് കരുതിയെന്ന് വെച്ചാൽ ഇവരങ്ങോട്ട് ആക്രമണം കൊണ്ട് ഘടിപ്പിക്കും, അപ്പൊ അവിടുത്തെ ആഭ്യന്തര കലാപം ശക്തമാകും, ആഭ്യന്തര സംഘർഷം രൂക്ഷമാകും, അപ്പൊ ഇതിന് ഈ ഭരണകൂടത്തെ മറിച്ചിടാം, ഈ പഹലവിയെ പോലെ തങ്ങളുടെ അനുയായികളെ അവിടെ പ്രതിഷ്ഠിക്കാമെന്നവർ കരുതി. ഇതുകൾക്ക് ഒരു ഇറാനെ അവർക്ക് ഈ വലിയ പ്രതിഷേധം നടന്ന് ഇറാനെ അവർക്ക് പിടിയിലാക്കാൻ പറ്റുന്നില്ല. അപ്പോഴാണ് ഇന്ത്യയെ ജൻസി കലാപം നടത്തി പിടിയിലാക്കുമെന്ന് ഇവർ പറയുന്നത്. 80% മോദിക്കൊപ്പം, ഈ രാജ്യത്തെ 80% മോദിക്കൊപ്പം നിൽക്കുന്ന ഈ സമയത്ത് ജൻസി കലാപം പോയിട്ട് കരിയിലെ അനങ്ങും ഈ രാജ്യത്ത്. ഇറാനിൽ അവർക്ക് ഇത്രയും സന്നാഹം ഒരു ചുക്കും നടന്നിട്ടില്ല. അപ്പൊ ഇതാണ് അതിന്റെ കഥ. ഇപ്പൊ ഈ ഡിസ്ട്രോയറിൽ ട്രംപ് ഈ യുദ്ധത്തിന് തലകൂരാൻ വേണ്ടിയിട്ട്, കാരണം അദ്ദേഹം മടുത്തു തുടങ്ങി. കാരണം ഇപ്പൊ പറഞ്ഞു കേട്ടില്ലേ, ഇനി ഞങ്ങളുടെ പ്രദേശം ഇനി ആക്രമിക്കാൻ തരില്ല എന്ന് സൗദി അറേബ്യ പറഞ്ഞു കഴിഞ്ഞല്ലോ. ഞങ്ങളുടെ പ്രദേശം ഇനി ഇറാനെ ആക്രമിക്കാൻ ഞങ്ങൾ വിട്ടുതരില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞില്ല അമേരിക്കയോട്. കാരണം മടുത്തു തുടങ്ങില്ല. ഒരു മനുഷ്യനാണെങ്കിൽ മുൻപിൻ നോക്കാതെ പോകുന്നു. ഇപ്പൊ ട്രംപിന് ഇപ്പൊ എവിടെ നിന്ന് തീർക്കണമെന്ന് അറിയില്ല, ആവശ്യമില്ലാത്ത. കാരണം ഇത് അദ്ദേഹവുമായിട്ടുള്ള യുദ്ധമല്ല, ഇസ്രായേലുമായിട്ടുള്ള ഒരു ക്ലാഷ്. അത് വളർന്നു വലുതായി ഓക്കെ, അവിടെ നിർത്താമായിരുന്നു അവർക്ക് ആക്രമണം, ഖമേനിയെ കൊല്ലപ്പോന്നപ്പോഴോ ഇല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ ചർച്ചകളോ. പക്ഷെ കടുംപിടുത്തത്തിലേക്ക് അത് മുമ്പോട്ട് പോവുകയും അത് മൊത്തത്തിൽ താറുമാറാക്കുകയും ഇപ്പൊ എന്ത് പറ്റുന്നു, ഇവരുടെ ഒപ്പം നിന്ന് മിഡിൽ ഈസ്റ്റിലെ പല രാജ്യങ്ങൾ, സൗദി അടക്കം പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്, ഞങ്ങൾ ഇനി സ്ഥാനം തരില്ല, ഇല്ലെങ്കിൽ ഞങ്ങളത് ചെയ്യില്ല, ഇത് ചെയ്യില്ല എന്നൊക്കെ. ഇതിന്റെ ഇടയ്ക്ക് ആകെ ട്രംപിന് നടന്നത് കുറെ ആയുധം കച്ചവടം ചെയ്യാൻ പറ്റി മിഡിൽ ഈസ്റ്റിലേക്ക്. പുതിയ കരാർ ഒപ്പുവെക്കാൻ പോവാണ് ഒമാനും ഒക്കെ ആയിട്ട്. അത് നടന്നു കിട്ടിയെന്നുള്ള അല്ലാതെ ഈ ട്രംപ് വിചാരിച്ചില്ലെങ്കിൽ ട്രംപിന്റെ കൈപ്പിടിയിലേക്ക് എല്ലാം കൂടെ എത്തുമോ എന്ന് ഇനിയും എത്താനുള്ള സാധ്യത കുറവാണ്. ഇറാനെ സംബന്ധിച്ച് ഞാൻ മനസ്സിലാക്കുന്നത് ഈ യുദ്ധം തീർക്കാൻ അവർക്കൊട്ടും താല്പര്യമില്ല. കാരണം തീർക്കണമെന്ന് ആഗ്രഹമുള്ളവരൊന്നും ഇപ്പൊ അവിടെ സജീവമല്ല ഇറാനില്. ഈ പറയുന്ന പെഷസ്കിയാൻ ആയാലും അബ്ബാസ് ആയാലും അവരുടെ ഭരണകൂടങ്ങളൊന്നും ഇപ്പോ സൗമ്യമുഖമെന്ന് കരുതുന്ന, ഇല്ലെങ്കിൽ അവരുടെ അങ്ങനെയുള്ള ഭരണകൂടങ്ങളൊക്കെ ഇപ്പോൾ നിർജീവമായി നിൽക്കുന്ന അവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ ഇത് തീരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. പിന്നെ വലിയ പൊട്ടലും ചീറ്റലും ഇല്ലാതെ വെടിനിർത്തലായിട്ട് മുമ്പോട്ടും ഇടയ്ക്കിടയ്ക്ക്, മുമ്പ് ഞാൻ പറഞ്ഞിരുന്നില്ലേ, ഇത് തീരില്ല. ഇടയ്ക്കിടയ്ക്ക് ഇവന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും മിസൈലും ഡ്രോണും ഇട്ട് കളിച്ചുകൊണ്ടിരിക്കും. ഈ എപ്പോഴും ഇതിങ്ങനെ പുകഞ്ഞുകൊണ്ട് നിൽക്കുന്ന ഒരു പ്രദേശമായി മിഡിൽ ഈസ്റ്റ് മാറും എന്ന് ഞാൻ 2 മാസം മുമ്പ്, യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ രണ്ടും കൂടി ചർച്ചയിൽ ഞാനത് പറഞ്ഞിരുന്ന കാര്യമാണ്. ഇപ്പോഴത് അക്ഷരം പ്രതി ശരിയായില്ലേ അത്? അതായത് ഇന്ന് ട്രംപ് പറയുന്നത് യുദ്ധം തീരുമെന്ന്, ഇറാൻ പറഞ്ഞത് ശരി തീർക്കാന്ന് പറഞ്ഞു തീർന്ന് 2 ദിവസം കഴിയുമ്പോൾ 2 മിസൈൽ എടുത്തിട്ട് UAEക്ക് വിട്ടു, 2 മിസൈൽ എടുത്തിട്ട് സൗദിക്ക് വിട്ടു. ഇങ്ങനെ പുകഞ്ഞുകൊണ്ടിരിക്കും. ഒരു ആവശ്യമില്ലാത്തൊരു കാര്യമായിരുന്നു. കാരണം ഇറാൻ ഏകദേശം അന്ന് അവർക്കൊരു ഭരണകൂടവും കാര്യങ്ങളും ഏകദേശം ഇവർ പറഞ്ഞ ഡിമാൻഡുകളെല്ലാം അംഗീകരിച്ചിരുന്ന ഒരു കാര്യമാണ്. അത് അവിടെ കൊണ്ട് നിർത്താമായിരുന്നു. ആ സാധനം കാണിച്ചത് കുറെ അബദ്ധങ്ങൾ ചുടുപിടിച്ചാണ് പോകുന്നത്. ഇനിയിപ്പോ ഈ ലോകത്തിന്റെ മറ്റ് രീതികൾ എങ്ങനെ മറിയുന്നു. ഇപ്പൊ ട്രംപിന് ഏറ്റവും വലിയ താല്പര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ യുദ്ധമല്ല, അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ശ്രദ്ധ പതിപ്പിച്ചിരിക്കുന്നത് ഇപ്പോൾ ഇന്ത്യയുമായിട്ടും ചൈനയുമായിട്ടും വ്യാപാര കരാർ ഒപ്പുവെക്കുക എന്നുള്ളതാണ് ഇപ്പൊ അദ്ദേഹം നോക്കുന്നത്. അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ ഇലക്ഷൻ അടുത്ത് വരുന്നു. സെപ്റ്റംബർ മാസത്തോടെ ഇലക്ഷനാണ്, സെപ്റ്റംബറിലാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അമേരിക്കയിൽ ഉപതെരഞ്ഞെടുപ്പ് വരുന്നു. അപ്പൊ അതിനു മുമ്പ് പുള്ളിക്ക് മുഖം രക്ഷിക്കണം. അതിനു മുമ്പ് എങ്ങനെങ്കിലും ഇന്ത്യയായിട്ടോ ചൈനയായിട്ടോ വ്യാപാര കരാർ ഒപ്പുവെച്ചാൽ പിന്നെ അതിന്റെ ഒരു മെച്ചത്തിൽ നിൽക്കാമല്ലോ, ഞാനിത് ചെയ്തിട്ടുണ്ട് എന്ന് പറയാം. അതുമില്ല ഇതുമില്ലാതെ മൊത്തത്തിൽ നിൽക്കുകയാണ്. ഇതാണ് പെട്ട് കിടക്കുന്ന ഒരു അവസ്ഥ എന്ന് പറഞ്ഞത്. ഏതായാലും അക്ഷരാർത്ഥത്തിൽ തന്നെ പറയാം, അമേരിക്കയെ വിറപ്പിച്ചു ഇറാൻ തന്നെ പറയാം. നമ്മളിത് പറയുമ്പോൾ ആളുകൾ ചിലപ്പോൾ ചിലരെങ്കിലും ചിന്തിക്കും ഇത്രയും വലിയ രാജ്യം, ഇത്ര സംഭവമൊക്കെ ശരിയാണ്, വലിയ സൈനിക ബലമുണ്ട്, സൈനിക ശക്തിയുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ ഇത് എങ്ങും എത്തിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല എന്നുള്ളതാണ് അവരുടെ ഏറ്റവും വലിയ പരാജയം. എവിടെങ്കിലും തുടങ്ങി വെച്ച് അവസാനിപ്പിക്കേണ്ട ഒരു മഡൂറോ അല്ല ഇറാൻ നമ്മൾ തുടക്കത്തിലേ പറഞ്ഞു, അല്ലെങ്കിൽ മറ്റൊരു രാജ്യത്തെ ആക്രമിക്കുന്നവർക്കല്ല. കാരണം അവർ യുദ്ധം ചെയ്ത് പഴക്കമുള്ള ഒരു രാജ്യം, അവരുടെ കയ്യിൽ പഴഞ്ചൻ ആയുധമാണെങ്കിലും അവർക്ക്. പാകിസ്ഥാനാണെങ്കിൽ മധ്യസ്ഥതയ്ക്ക് പോയി പാകിസ്ഥാന്റെ ഒരു കപ്പൽ ഇപ്പൊ അമേരിക്ക പിടിച്ചു വെച്ചിരിക്കുകയാണ്. ആ കപ്പലിനെ മോചിപ്പിക്കണം. കാരണം 12 പാകിസ്ഥാനികൾ അതിനകത്തുണ്ടെന്ന് പറഞ്ഞ് പാകിസ്ഥാൻ ഇപ്പൊ അമേരിക്കയെ ചൊറിയുന്നുണ്ട്. ആ മധ്യസ്ഥത വഹിച്ച പാകിസ്ഥാൻ സമ്പൂർണ്ണമായിട്ട് തകർന്ന് തരിപ്പണമായി എന്നുള്ളതാണ്. അവരുടെ ആ പ്ലാൻ ചീറ്റിപ്പോയി കേട്ടോ. നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ മറ്റേ ഇൻഡസ് വാട്ടർ ട്രീറ്റി, ആ വാട്ടർ ട്രീറ്റി നൈസായിട്ട് ലോകരാജ്യങ്ങൾ ഇപ്പം മൊത്തത്തിൽ താറുമാറായി. നേരെ ഉൾട്ടയടിച്ച് സാധനം ഉൾട്ടയടിച്ചിട്ട് ഇപ്പൊ പാകിസ്ഥാൻ അമേരിക്കയോട് യാചിക്കുകയാണ്, ഞങ്ങളുടെ കപ്പൽ വിട്ടു തരൂ, അത് പിടിച്ചു വെക്കല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അമേരിക്കയ്ക്ക് ഇപ്പൊ പാകിസ്ഥാന്റെ വിശ്വാസമില്ല. അങ്ങനത്തെ രീതിയിലേക്ക് കാര്യങ്ങൾ മാറി. അല്ല, അത് മാത്രമല്ല UAE നല്ല സ്നേഹത്തിൽ പോയിരുന്നെങ്കിൽ ആ പൈസ അവർ തിരിച്ചു ചോദിക്കുമായിരുന്നു. ഇവർക്ക് കൊടുത്ത പൈസ തിരിച്ചു ഉടനെ വേണമെന്നിട്ട് കായ്ക്ക് രാമാൻ ആ പൈസ വെച്ചില്ലേ. ആ പൈസയ്ക്ക് വേണ്ടിയിട്ടായിരുന്നു സൗദിയിലോട്ട് വിമാനങ്ങളൊക്കെ വിട്ടത്. ആ പൈസ സൗദി കൊടുക്കേണ്ട അവസ്ഥ വന്നു. അത് മൊത്തത്തിൽ എല്ലാവരും പിന്നെ അവന്മാരെ നമ്മൾ ഈ കളിയിൽ ഒരു താരമായിട്ട് കണക്ക് കൂട്ടുന്നില്ല.
അത് ഇങ്ങനെ കിടക്കുന്ന ഒരു പാവം പിടിച്ചത് ഇങ്ങനെ പോകുന്നു. ഇടയ്ക്കിടയ്ക്ക് ഇനി അടുത്ത സോക്കേട് എന്തോ ആയിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയെ ചൊറിയുക എന്നുള്ളതായിരിക്കും. ഇന്ത്യയായിട്ട് കാരണം ഈ മുഖം രക്ഷിക്കണമെങ്കിൽ, അവർക്ക് മുഖം രക്ഷിക്കണമെങ്കിൽ ഇന്ത്യയായിട്ട് ചെറിയ ഉറസൽ ഉണ്ടായേ പറ്റൂ, അല്ലെങ്കിൽ അവർക്ക് ജനം എടുത്ത് കൊടുക്കും എന്നുള്ളൊരു ഘട്ടത്തിലാണ് നിൽക്കുന്നത്. അപ്പൊ ഇതിനകത്ത് അക്ഷരം തെറ്റാതെ പറയാം, യാതൊരു സംശയവും ഇല്ലാതെ നമുക്ക് പറയാൻ കഴിയും, ഈ യുദ്ധത്തിൽ സാങ്കേതികപരമായി അമേരിക്ക ജയിച്ചിട്ടുണ്ടാകാം, പക്ഷെ രാഷ്ട്രീയപരമായി അമേരിക്കയുടെ തികഞ്ഞ പരാജയമാണ് ഈ ഗൾഫ് വാർ എന്ന് പറയേണ്ടി വരും. കാരണം ഇതിൽ നിന്ന് ഒരു നേട്ടം കൊയ്തില്ല എന്ന് മാത്രമല്ല, അമേരിക്ക എന്തൊക്കെയാണോ മുൻപോട്ട് വെച്ചത് അതെല്ലാം തകർന്നടിഞ്ഞു പോയി. ഒരുപക്ഷെ അവർക്കിനി പഴയ കഥകൾ പറഞ്ഞുകൊണ്ടിരിക്കാം, ഇറാഖിനെ ഞങ്ങൾ ഇത് ചെയ്തില്ലേ, മഡൂറോയെ പിടിച്ചില്ലേ, ആ കഥകൾ മാത്രമേ ഉണ്ടാവൂ. കാരണം ഇവിടെ ഒരു മിഡിൽ ഈസ്റ്റ് താറുമാറാക്കി എന്നതിനപ്പുറം ഒന്നും സംഭവിച്ചില്ല എന്നുള്ളതാണ്. UAE എത്ര രാജ്യങ്ങളുടെയാണ് ബിസിനസ് മൊത്തത്തിൽ ഇവർ തകർത്ത് തരിപ്പണമാക്കിയത്, മൊത്തത്തിൽ ഒരു അരക്ഷിതാവസ്ഥ ഉണ്ടാക്കിയില്ലേ, എണ്ണ പ്രതിസന്ധി ഉണ്ടാക്കിയില്ലേ, പാചകവാതകത്തിന് പ്രതിസന്ധി, എന്തിന് നമ്മുടെ നാട്ടിൽ പോലും നമ്മുടെ ചായക്കടകളിലും നമ്മുടെ വീടുകളിൽ പോലും അത് ബാധിച്ചു തുടങ്ങിയില്ലേ. ഇതൊക്കെ വരുത്തി വെച്ചിട്ട് എന്ത് നേടി എന്നൊരു ചോദ്യത്തിന് എന്ത് ഉത്തരമാണ് അമേരിക്ക നൽകുന്നത്? ചുമ്മാതെ ഈ ട്രംപ് ഇരുന്ന് തള്ളു മാത്രമേ ഉള്ളൂ. ഞങ്ങൾ അവരുടെ അത് തകർത്തു, ഇത് പണ്ടും ചെയ്യാമായിരുന്നില്ല. പണ്ടും അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ജൂൺ മാസം കഴിഞ്ഞ 2025 ജൂണില് അമേരിക്ക കൊണ്ടുവന്ന് ബോംബിട്ടു. എന്നിട്ട് എന്താ പറഞ്ഞത്? ഞങ്ങൾ അവരുടെ 4 ആണവ നിലയങ്ങൾ അടിച്ചു കളഞ്ഞു, ഞങ്ങൾ അവരുടെ മറ്റേ അടിച്ചു കളഞ്ഞു, മറിച്ച് മതി, ഓക്കെ നീ പറഞ്ഞു അടിച്ചു കളഞ്ഞല്ലോ, സന്തോഷം, ഇനി അടങ്ങിയിരിക്കുക എന്ന് പറയാം. ഇത്തവണ അത് ചെയ്താൽ മതിയായിരുന്നു. ഇനിയിപ്പം ഇനി പറഞ്ഞ ആരെങ്കിലും വിശ്വസിക്കുമോ? ട്രംപ് ചുമ്മാ തള്ളിക്കൊണ്ടിരിക്കും. ഇപ്പൊ നാളെ നോക്കണം, ട്രംപ് ഇപ്പൊ എന്തോ പറയുന്നത്, പാകിസ്ഥാന്റെ കാല് പിടിക്കുകയാണ് ഇറാൻ, പാകിസ്ഥാൻ വഴി ഞങ്ങൾക്ക് മെസ്സേജ് എത്തിച്ചുകൊണ്ടിരിക്കുക, പാകിസ്ഥാനിൽ ചെന്നിട്ട് പറയുന്നത് എങ്ങനെയെങ്കിലും യുദ്ധം തീർക്കാൻ പറയുന്നത്. അത് പറഞ്ഞിരുന്നതിന് മുമ്പ് അമ്മ 2 മിസൈലെടുത്ത് ഇങ്ങോട്ട് എടുത്തിടുക. ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. അപ്പൊ ആ ഒരു ട്രംപിസം എന്ന് പറയുന്നില്ലെങ്കിൽ ട്രംപിന്റെ ഒരു ഗർവ് 2025 മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. 2026 തുടക്കത്തിൽ തൊട്ട് ട്രംപ് ഡൗൺ ആകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണാൻ കഴിയുന്നത്. ഇനി അമേരിക്കയിൽ നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിന്റെ റിസൾട്ടോടെ കഴിയുമ്പോൾ എന്താകും ഗതിയെന്ന് അറിയില്ല. അതോടെ വെയിറ്റ് ചെയ്യാണ്. എനിക്ക് തോന്നുന്നു ഇന്ത്യ അതോടെ കഴിയാതെ വ്യാപാര കരാർ ഒപ്പുവെക്കാൻ യാതൊരു സാധ്യതയും കാണുന്നില്ല. അതുവരെ നീട്ടിക്കൊണ്ടുപോകും. കാരണം ഇദ്ദേഹത്തെ ഒന്ന് വെള്ളം കുടിപ്പിച്ച് അതുവരെ നീട്ടിക്കൊണ്ടുപോകും. അന്നേരം ആ തെരഞ്ഞെടുപ്പിൽ ഇദ്ദേഹം പരാജയപ്പെടുമെന്നാണ് അവരുടെ മാധ്യമങ്ങൾ തന്നെ പറയുന്നത്. എന്താണെന്നുള്ളത് കാത്തിരുന്ന് കാണാം.